ഹലോ ഹായ് നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡൊണാൾഡ് ലൂവിന്റെ ഇന്ത്യ സന്ദർശനവും ഇന്ത്യയിൽ സംഭവിക്കാവുന്ന അസ്വാഭാവികമായ ഭരണമാറ്റത്തിനുള്ള സാധ്യതയും ആണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ദക്ഷിണ മധ്യേഷ്യൻ കാര്യങ്ങളുടെ അസിസ്റ്റന്റ് സ്റ്റേറ്റ് സെക്രട്ടറി ആയ ഡൊണാൾഡ് ലൂ മെയ് 10-15 തീയതികളിലാണ് ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. ദക്ഷിണ ഇന്ത്യയിലെ ഉഭയകക്ഷി ഇടപെടലുകൾ ശക്തിപ്പെടുത്തുന്നതിനായി ചെന്നൈയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ലൂ ചെന്നൈ കോൺസുലേറ്റിൽ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും തുടർന്ന് അദ്ദേഹം കൊളംബോയിലേക്ക് പോയി ശ്രീലങ്കയുമായുള്ള അമേരിക്കയുടെ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യുമെന്നും അതിനുശേഷം അസിസ്റ്റന്റ് സെക്രട്ടറി ലൂ തന്റെ പര്യടനം ധാക്കയിൽ അവസാനിപ്പിക്കും. അവിടെ അദ്ദേഹം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, സിവിൽ സൊസൈറ്റി നേതാക്കൾ, മറ്റ് ബംഗ്ലാദേശികൾ എന്നിവരുമായി ബംഗ്ലാദേശ് സഹകരണം ചർച്ച ചെയ്യുന്നതുമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തെക്കുറിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യൽ നരേഷൻ. നമ്മൾ ഈ കേൾക്കുന്നത് പോലെ അത്രയ്ക്ക് നിഷ്കളങ്കമാണോ ഈ സന്ദർശനം? ഒന്ന് ചിരിച്ചു തള്ളുന്നതിന് മുമ്പ് ആരാണ് ഈ ഡൊണാൾഡ് ലൂ എന്ന് നോക്കാം. അദ്ദേഹം ഒരു ചൈനീസ് വംശജനായ അമേരിക്കൻ പൗരനാണ്. അമേരിക്കയുടെ പല ലോകരാജ്യങ്ങളുടെയും സ്ഥാനപതി, അംബാസഡർ ആയിരുന്നു. ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയി ജോലി നോക്കുന്നു. പ്രധാന ചുമതല മധ്യേഷ്യ, ഇന്ത്യ ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ കാര്യങ്ങൾ നോക്കുക എന്നതാണ്. അദ്ദേഹത്തിനെതിരെയുള്ള പ്രാഥമിക ആരോപണം അയാൾ ഒരു രാജ്യത്തിന്റെ ഭരണത്തെ അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി അസ്ഥിരപ്പെടുത്തും എന്നതാണ്. തന്റെ സർക്കാരിനെ താഴെയിറക്കാനാണ് ഡൊണാൾഡ് ലൂ ശ്രമിക്കുന്നതെന്ന് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ ആരോപിച്ചിരുന്നു. ഇമ്രാൻ പ്രധാനമന്ത്രിയെ തുടർന്നാൽ ഒരിക്കലും സഹകരിക്കില്ല എന്നും അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പ്രതിപക്ഷ പാർട്ടികളും സൈന്യത്തോടൊപ്പം ഒന്നിക്കണമെന്നും ഡൊണാൾഡ് ലൂ പാക് അംബാസിഡറായ സാദിഖ് ഖാനുമായി നടത്തിയ ഔദ്യോഗിക ആശയവിനിമയം കാണിച്ച് ഇമ്രാൻ തന്റെ അവകാശവാദത്തെ വ്യക്തമായി തെളിയിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് ഇതാരും ഗൗരവമായി എടുത്തില്ല. ഈ ആരോപണം കേബിൾ ഗേറ്റ് എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. എന്നാൽ പിന്നീട് സംഭവിച്ചത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. സൈന്യത്തോടൊപ്പം പ്രതിപക്ഷവും ചില ഭരണകക്ഷ സഖ്യ പങ്കാളികളും അവരുടെ സഹായത്തോടെയും ഇമ്രാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അദ്ദേഹത്തെ ജയിലിലടക്കുകയും അദ്ദേഹത്തിന്റെ പാർട്ടിയെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും പൊതു തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച് ഭൂരിപക്ഷം നേടിയതിനു ശേഷവും അദ്ദേഹത്തിന് അധികാര കൈമാറ്റം നടന്നില്ല. ഇതാണ് ദക്ഷിണേഷ്യയിൽ ഡൊണാൾഡ് ലൂവിന്റെ ഏറ്റവും അടുത്ത കാലത്തെ സംഭാവന എന്ന് പരക്കെ ആളുകൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഡൊണാൾഡ് ലൂവിന്റെ ചരിത്രം ഏകദേശം നമുക്ക് അറിയാമെന്നതിനാൽ അദ്ദേഹം ഇന്ത്യയിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിദേശ സ്ഥാപനങ്ങൾ തന്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് ഉറപ്പാക്കാൻ കഠിനമായി ശ്രമിക്കുകയാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ദിവസങ്ങളിൽ പരക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ ഇടപെടാൻ ശ്രമിക്കുന്നതായി അടുത്തിടെ റഷ്യയും ആരോപിച്ചിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനോ ഇന്ത്യൻ തിരഞ്ഞെടുപ്പിനെ അസ്ഥിരപ്പെടുത്താനോ അദ്ദേഹത്തിന് കഴിയുമോ? നമുക്ക് നോക്കാം. ഇന്ത്യൻ വോട്ടർമാരുടെ ഷിയർ സൈസ്, ഭയങ്കര വലിപ്പം, നിലവിലുള്ള ഗവൺമെന്റിന് കുറഞ്ഞത് ഒരു 225 ലോക്സഭാ സീറ്റുകളിലെങ്കിലും 50% വോട്ട് ഉള്ളതും പ്രധാന പ്രതിപക്ഷത്തിനെതിരായ അവരുടെ വിജയ അനുപാതം, സ്ട്രൈക്ക് റേറ്റ് ഓൾമോസ്റ്റ് 90% ആയതിനാലും തിരഞ്ഞെടുപ്പ് റിസൾട്ട് അസ്ഥിരപ്പെടുത്തുക എന്നത് അസാധ്യമാണ്. തിരഞ്ഞെടുപ്പിനെ തന്നെ കൃത്രിമമായി തരം താഴ്ത്താൻ അവർ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പാറ്റ്, പേപ്പർ വോട്ടിംഗ് മെഷീൻ ഹാക്കിംഗ് എന്നീ കാര്യങ്ങൾ പറഞ്ഞ് പലരും സുപ്രീം കോടതിയെ ഈ അടുത്ത കാലത്ത് സമീപിച്ചിരുന്നു. പക്ഷേ അവരെല്ലാം സുപ്രീം കോടതി ചീത്ത പറഞ്ഞ് ആണ് ഓടിച്ചു വിട്ടത്. ഇന്ത്യൻ വോട്ടർമാരുടെ വലിയ വലിപ്പം കാരണം ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൃത്രിമം കാണിക്കുന്നത് അസാധ്യമാണ്. അത്ര എളുപ്പം അതിനെ തരം താഴ്ത്താൻ ആർക്കും കഴിയില്ല എന്നതും ഒരു സത്യം തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് അദ്ദേഹം ഇന്ത്യയിൽ എവിടെയാണ് സന്ദർശനം നടത്തുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ചെന്നൈ കോൺസുലേറ്റ് സന്ദർശിക്കുന്നത്? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കട്ടിംഗ് സൗത്ത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ, സൗത്ത്സ് ആർ ആഫ്രിക്കൻ ഒറിജിൻ എന്നീ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് കൂടുതലായി കേൾക്കുന്നുണ്ട്. ഇത്
ഇന്ത്യയെ വ്യത്യസ്ത കഷ്ണങ്ങളായി വെട്ടിമുറിക്കുക എന്ന ഗ്രാൻഡ് സ്ട്രാറ്റജിയുടെ ഭാഗമാണോ? ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷേ ഓരോ ദേശീയവാദിയും ജാഗ്രത പാലിക്കണമെന്നും ഓരോ ഭാരതീയനും ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഈ കാര്യം അന്വേഷിക്കണമെന്നും ഞങ്ങൾ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് 5 സെക്കൻഡ്സ് വ്യൂ ഓൺ ഡൊണാൾഡ് ലൂവിന്റെ ഇന്ത്യ സന്ദർശനവും ഇന്ത്യയിൽ സംഭവിക്കാവുന്ന അസ്വാഭാവികമായ ഭരണമാറ്റത്തിന്റെ സാധ്യതയും.